ഹരേ കൃഷ്ണ. രാധേ രാധേ ശ്യാം. ഓങ്കും ഗുരുഭ്യോ നമഃ. നമ്മുടെ ഗുരുവായൂരപ്പനോട്, ശ്രീകൃഷ്ണ ഭഗവാനോട് അടുത്ത് നിൽക്കുവാൻ, ആ ഭഗവാനിലേക്ക് എത്തുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അല്ലേ? അതിന് നമ്മൾ പ്രാർത്ഥനകൾ നടത്താറുണ്ട്, വഴിപാടുകൾ നടത്താറുണ്ട്, അല്ലേ? സാധനകൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭഗവാനോട് ചേർന്ന് നിൽക്കുവാൻ, ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ നമ്മൾ ചെയ്യേണ്ടത്, ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായ ഭഗവത്ഗീത മനസ്സിലാക്കുക, അതൊരു ആവർത്തി വായിക്കുക. ഓരോ ദിവസവും ഓരോരോ ശ്ലോകങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റുള്ള വഴിപാടുകളോ പ്രാർത്ഥനകളോ സാധനങ്ങളോ ഒന്നും മോശമാണ് എന്നല്ല പറയുന്നത്. പക്ഷേ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ അറിയണം എന്നുണ്ടെങ്കിൽ, നീ എന്നിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നീ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക എന്നതാണ്. അപ്പോൾ അത് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭഗവത്ഗീത നമ്മൾ വായിക്കുക, പഠിക്കുക. അത് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വൈഷമ്യങ്ങൾ തന്നെ ഉണ്ടായാലും, എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും, ഇതെല്ലാം ഭഗവാനാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്, അല്ലെ ഭഗവാനാണ് ഇതെല്ലാം നടത്തി തരുന്നതെന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവുകയും ഒരു ബോധം നമുക്കുണ്ടാകുകയും അങ്ങനെ ആ ഭഗവത്ഗീത വഴി ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. പലപ്പോഴും പലരും പറയാറുണ്ട്, ഞാൻ ഭഗവാന്റെ വലിയ ഭക്തനാണ്, ഞാൻ ഭഗവാനെ സദാ സ്മരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ, അല്ലെങ്കിൽ ഇതേപോലുള്ള നമ്മളെപ്പോലെയുള്ള സാധാരണ ആൾക്കാർ നമ്മൾ ചിന്തിക്കുകയാണ്, ഭഗവാനും ഞാനും, അല്ലെ താനും, അല്ലെ നമ്മളൊക്കെ രണ്ടും രണ്ടാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാന്റെ ഒരു ഭക്തനായി മാറുകയില്ല. നമ്മളെ സൃഷ്ടിച്ച, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച, സകല ജീവജാലങ്ങൾക്കും ജീവൻ കൊടുത്തിട്ടുള്ള ആ ഋഷികേശൻ, ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലും വിളങ്ങുന്നത് എന്ന് മനസ്സിലാക്കാതെ ഭഗവാനും താനും രണ്ടാണ് എന്ന് ചിന്തിച്ചിരുന്നാൽ അത് നമ്മുടെ അജ്ഞതയാണ്. അപ്പോൾ ആ അജ്ഞത മാറണം. നമ്മളുടെ ഉള്ളിലുള്ളതും ഭഗവാനാണ്, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതും ഭഗവാനാണ്, നമുക്ക് ജീവൻ തന്നിട്ടുള്ളതും ഭഗവാനാണ്. അപ്പോൾ ഭഗവാനും താനും ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് രണ്ടാണെന്ന് ചിന്തിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നത് തന്നെ നമ്മുടെ അജ്ഞതയാണ്. ആ അജ്ഞതയെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപനിഷത്തുകൾ എന്താണെന്ന് അറിയണം. എന്താണ് ഉപനിഷത്തുകൾ? ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞാൽ വേദാന്തങ്ങളാണ്. ഉപനിഷത്തുകൾ എന്ന് പറയുന്നതെല്ലാം വേദാന്തങ്ങളാണ്. അപ്പോൾ എന്താണ് വേദം? വേദത്തിൻ്റെ അർത്ഥം എന്താണ്? വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. അന്തം എന്ന് പറഞ്ഞാൽ അവസാനം എന്നാണ്. അപ്പം വേദാന്തം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ അവസാനം. അപ്പൊ അറിവിന്റെ അവസാനം എന്താണ് നമുക്ക് മനസ്സിലാകുന്ന, ആ പൂർണ്ണ അറിവ് നമുക്ക് എങ്ങനെ സമ്പാദിക്കാൻ സാധിക്കും? ഭഗവാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന ആ ഉപനിഷത്തുകളിൽ, അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്നിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം വേദാന്തങ്ങളാണ്, അറിവിൻ്റെ അവസാനങ്ങളാണ്. ആ അറിവിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ചെല്ലുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? അതായത് നമുക്ക് ജീവൻ തന്നിരിക്കുന്ന, നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് ശരീരം തന്ന ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നതെന്നും ഭഗവാനും താനും ഒന്നാണ്, രണ്ടല്ല എന്നുള്ള ആ അദ്വൈതം നമുക്ക് മനസ്സിലാകുകയും അങ്ങനെ ആ വേദാന്തം വഴി അറിവിൻ്റെ അവസാനമായ ആ ജ്ഞാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഭഗവാനും താനും, അല്ലെ ഞാനും നിങ്ങളുമൊക്കെ ഒന്നും രണ്ടല്ല ഒന്നാണ് എന്ന് നമുക്കുള്ള ബോധ്യം, ആ അദ്വൈത തത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ഭഗവത്ഗീതയിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അത് ഒരാവർത്തിയെങ്കിലും വായിക്കുക. നിത്യവും ആ ശ്ലോകങ്ങൾ മനസ്സിലാക്കാൻ, ഹൃദയസ്ഥമാക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം ഒരു ശ്ലോകം വെച്ച് പഠിക്കുകയാണെങ്കിൽ, അർത്ഥസഹിതം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ, ഓരോ ദിവസവും അങ്ങനെ പഠിച്ച് ആ ഭഗവത്ഗീത നമുക്ക് ഹൃദയസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഭഗവാനും താനും രണ്ടല്ല, എന്നിൽ കുടികൊള്ളുന്നത് ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ആ ഭഗവാനിലേക്ക് നമുക്ക് എത്തിപ്പെടുവാൻ, പ്രാപിക്കുവാൻ, ആ മോക്ഷത്തെ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലെ ഭഗവാനോട് അടുക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ഭഗവാനിലേക്ക് ലയിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ഭഗവാൻ പറഞ്ഞ കാര്യം അനുസരിക്കുക. അതിന് ഭഗവത്ഗീതയാണ് ഒരേ ഒരു വഴി. അതുകൊണ്ട് എല്ലാവരും ഭഗവത്ഗീത പഠിക്കുക. ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൾ. രാധേ രാധേ ശ്യാം.